സാർ, ഇപ്പോൾ മഴ കടുത്തു, അതോടൊപ്പം തന്നെ കോവിഡ് കൂടി വരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഈ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളൊന്നും അത്ര പര്യാപ്തമല്ല. കാരണം എത്ര തവണ പണി കിട്ടിയാലും പഠിക്കില്ല എന്ന പോലെയാണ് കാര്യങ്ങൾ. പലപ്പോഴും ഇതിൻ്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ആരോഗ്യ രക്ഷാ കാര്യങ്ങളിലുമൊക്കെ അനാസ്ഥ തുടരുകയാണ്. കേരളത്തിൽ ആദ്യത്തെ കോവിഡിൻ്റെ പ്രചരണം നടക്കുന്ന സമയത്തും കോവിഡ് വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സമയത്തുമൊക്കെ കോവിഡിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ കോവിഡിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പറയുന്നതിലുമൊക്കെ കേരള ഗവൺമെൻറ് കാണിച്ചിരുന്ന ഒരു അലംഭാവമുണ്ട്. അതിൽ അലംഭാവം എന്ന് പറഞ്ഞാൽ അവർ അതിൽ തങ്ങളുടെ ഗവൺമെൻറ്റിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല, കേരളം പക്കയാണ് ആ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞൊരു പ്രചരണം നേരത്തെ തന്നെ നടത്തിയിരുന്നു. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുക, കണക്കുകൾ വിവരിക്കുക, കിട്ടിയ പണത്തെ സംബന്ധിച്ച് വിവരിക്കുക, ചെലവാക്കിയ പണത്തെ സംബന്ധിച്ച് വിവരിക്കുക, ഓരോ സ്ഥാപനങ്ങളും നൽകിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുക, കോവിഡിൻ്റെ ഓരോ വാർഡ് തലത്തിലും PHC തലത്തിലുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പറയുക. ഈ തരത്തിലുള്ള കണക്കുകളെല്ലാം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. മരണത്തെ സംബന്ധിച്ച്, ചികിത്സയിലുള്ളവരെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് അതിൻ്റെ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സർക്കാർ കണ്ടത്. പക്ഷേ നാം കാണേണ്ടത്, രാജ്യത്ത് ഏറ്റവും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ മരണവും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ആ മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്ത മരണത്തേക്കാൾ വലിയ വ്യത്യാസമില്ലാത്ത സംഖ്യയിൽ മരണം രേഖപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. 66,000-ഓളം പേർ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആദ്യത്തെ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 67,000-ആണ് മഹാരാഷ്ട്രയുടെ ആ സമയത്തെ മരണസംഖ്യ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മരണം നടന്ന സംസ്ഥാനവും രണ്ടാമത്തെ സംസ്ഥാനവുമായ കേരളവും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഒന്നും ആ സമയത്തില്ല. പക്ഷേ ഈ സംസ്ഥാനത്തേക്കാൾ 2 ഇരട്ടിയും 3 ഇരട്ടിയും വലിപ്പമുള്ള സംസ്ഥാനങ്ങളും ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളും കേരളത്തിൻ്റെ 6-7 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ 4-1 പോലും മരണസംഖ്യ രേഖപ്പെടുത്താത്ത സമയത്താണ് കേരളം അത് അത്രയും വലിയ മരണസംഖ്യയിലേക്ക് പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ അന്ന് നടന്ന, ഇപ്പോഴും നടക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രചരണം, കേരളത്തിൽ കോവിഡിൻ്റെ പരിശോധന വർദ്ധിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ സംഖ്യ ഉയരുന്നത്. അതായത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നതിൻ്റെ കാരണം പരിശോധനയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പരിശോധിക്കപ്പെടുന്ന ആളുകൾക്ക് കോവിഡ് സുഖപ്രദമാകണ്ടേ? സ്വാഭാവികമായും അങ്ങനെ ഉള്ള ആളുകളുടെ എണ്ണം കുറയണ്ടേ? മരണപ്പെടുന്നവരുടെ എണ്ണം കുറയണ്ടേ? അപ്പോൾ കോവിഡിൽ പരിശോധന കൊണ്ടാണ് എണ്ണം കൂടുന്നത് എന്ന് പറഞ്ഞാൽ മരണസംഖ്യ കുറയണമായിരുന്നു, അതിനനുസരിച്ച് പ്രതിവിധികൾ ഉണ്ടാകണമായിരുന്നു. അപ്പോൾ മരണസംഖ്യയും കൂടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്ന് ജനങ്ങളോട് പറഞ്ഞ സർക്കാരിൻ്റെ കണക്ക് കള്ളക്കണക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ കണക്കുകൾ ഏതെങ്കിലും തരത്തിൽ പരിശോധന കൊണ്ട് മാത്രം കൂടുന്നതല്ല. യഥാർത്ഥത്തിൽ മരണം സംഭവിക്കുന്ന തരത്തിലേക്ക്, ഗുരുതരമായ തരത്തിലേക്ക് കോവിഡ് ആളുകളെ അന്നും ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ, ജാനുവരി മുതൽ നമ്മളത് കോവിഡ് കേരളത്തിൽ കണ്ടു തുടങ്ങി എന്ന് പറയുന്നു, മരണം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു, ജനുവരിയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ മെയ് മാസത്തിൽ കേരളത്തിൽ മരണം വീണ്ടും റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴിതാ ജൂൺ മാസത്തിൽ വീണ്ടും 3 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകൾ, കോവിഡ് ബാധിതരുടെ കണക്കുകൾ, അതിന് ആനുപാതികമായി തന്നെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനവുമായി കേരളം മാറുന്നു. അപ്പോൾ ഇത് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരോഗ്യ പരിപാലന മേഖലയിൽ, ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒരു പാളിച്ച സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ അത് കൃത്യമായ ചികിത്സ നൽകാനോ അതിന് കൃത്യമായ പ്രിക്കോഷൻസ് എടുക്കാനോ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ മഴക്കാലമാകുമ്പോൾ അതിന് പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമൊക്കെ വരുത്തുന്ന അലംഭാവം അത് വാക്കുകളിൽ നമുക്കുണ്ട്. നമ്മൾ പ്രചരണത്തിലുണ്ട്, ഫോട്ടോ എടുത്തിടുന്നതിലുണ്ട്, ഫേസ്ബുക്ക് പ്രചരണത്തിലുണ്ട്, വാട്സപ്പ് പ്രചരണത്തിലുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മീഡിയ പ്രചരണത്തിലുണ്ട്. ഇന്ന് തന്നെ ഇന്നലെ ഇന്നുമൊക്കെയായി മുഖ്യമന്ത്രിയുടെ PR വർക്കിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ PR വർക്കിൻ്റെ കാര്യത്തിൽ, PR വർക്കിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആളുകൾക്ക് അത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണെങ്കിലും
താലൂക്ക് ആശുപത്രികൾ വഴിയാണെങ്കിലും ജില്ലാ ആശുപത്രികൾ വഴിയാണെങ്കിലും ഒക്കെ കൃത്യമായ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന, ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കേണ്ടതാണ്. ഈ മരണസംഖ്യകൾ നല്ലൊരു ശതമാനവും കേരളത്തിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടി ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നു. സ്വകാര്യ മേഖലയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പങ്കാളിത്തം കോവിഡ് മേഖലയിൽ, കോവിഡ് പ്രതിരോധ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. മുഴുവൻ സർക്കാർ ആശുപത്രികൾക്കൊപ്പം നിന്നുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൂടി ചേർന്നിട്ടാണ്. പരിശോധനയുടെ കാര്യത്തിലാണെങ്കിലും ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായും അതിലൊക്കെ കണക്കുകൾ അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിൽ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിൽ, മുൻകാല പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു തവണയല്ല, നമുക്ക് ഇത് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിപ്പ വന്നു, കോവിഡ് പലതവണ വന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ആദ്യം വരുന്നത് പോലെയല്ല. ഒരുപാട് അതിനെ നിയന്ത്രിക്കാൻ ഒരുപാട് കഴിയും. എന്ത് പാളിച്ചകളാണെന്ന് പറ്റിയതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻകരുതൽ സ്വീകരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വരട്ടെ, നമുക്ക് നോക്കാം എന്നൊരു നിലപാടാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സർക്കാർ ചിന്തിക്കുന്നത്? ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ മന്ത്രിമാരുടെ മേഖലകളും എടുത്താൽ അത് പൊതുജന സേവനം ഉൾപ്പെടുന്ന മേഖലകളാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രചരണമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പ്രചരണം നടത്തിക്കൊണ്ട് മന്ത്രിമാർ അതെല്ലാം ശക്തമാണ്, ഞങ്ങൾ അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അത് ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതോടുകൂടി എല്ലാം ശരിയായി എന്ന് പറയുന്നു. പക്ഷേ ഇത് എവിടെയാണ് ശരിയായിട്ടുള്ളതെന്ന് ഓരോ വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഉദാഹരണത്തിന് നിപ്പയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു, ഇപ്പോൾ എലിപ്പനി മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡെങ്കിപ്പനി മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കോളറ അടുത്ത കാലത്തൊന്നും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കോളറ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിപ്പയുടെ ഏറ്റവും ആദ്യം, ഇപ്പോൾ നമ്മൾ കോവിഡ് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിപ്പയും രാജ്യത്ത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകൾ വരുന്ന കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഈ തരത്തിൽ ആരോഗ്യ മേഖലയിൽ നമ്മളുടെ ആളുകളെ ബാധിക്കുന്ന ഈ തരത്തിലുള്ള അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കേന്ദ്രം, അതിനെ പ്രതിരോധിക്കേണ്ട കേന്ദ്രങ്ങൾ അതിന് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. ഒന്നുകിൽ അതുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി ഫണ്ടുണ്ട്, ഈ തരത്തിലുള്ള ആരോഗ്യ മേഖലയിലെ മുൻകാല പൂർവ്വകാല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുണ്ട്. ആ ഫണ്ട് കൃത്യമായി എടുക്കുകയോ വിനിയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്. മറ്റൊന്ന്, നമ്മുടെ പ്രചരണമെല്ലാം പത്രത്താളുകളിലും ഫേസ്ബുക്കിലും നിലനിൽക്കുന്നു, സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് താഴെ തട്ടിലുള്ള ആ വസ്തുത എത്തുന്നില്ല, പ്രായോഗികമായി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ ഹൈവേകളുടെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചത്? ഹൈവേകളുടെ പണി, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഹൈവേകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അത് തങ്ങൾ ചെയ്യുന്നതാണ് എന്ന് എത്രയോ വലിയ പ്രചരണം നടന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഏത് കാര്യമുണ്ടായാലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നിരന്തരമായി വിരുദ്ധ പ്രചരണം നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പണം കിട്ടേണ്ട മേഖലകൾ, ഇപ്പോൾ വന്യജീവി പ്രശ്നമുണ്ടാകുന്നു, വന്യജീവികളുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ട ഫണ്ടിൻ്റെ പകുതി പോലും ചെലവഴിക്കുന്നില്ല കേരളം. അത് അവരുടെ വന്യജീവികളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേലി കെട്ടുന്നത് ഉൾപ്പെടെയുള്ള ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണെങ്കിലും കിടങ്ങുകൾ കുഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അലംഭാവം കാണിക്കുന്നു. അപ്പോൾ കേരളത്തിലെ വകുപ്പുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, ആരോഗ്യ മേഖല അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അലംഭാവം കാണിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഓരോ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. കോവിഡ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകാല പ്രവർത്തനം ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ കണക്കുകൾ തെറ്റായി കാണിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് സർക്കാർ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമേ നടക്കുന്നുള്ളൂ. രാഷ്ട്രീയ പ്രചരണം കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. യാഥാർത്ഥ്യങ്ങളിൽ വരുമ്പോൾ സർക്കാർ പരാജയപ്പെടുന്നു.